ഹായ്, നമസ്കാരം പ്രിയമുള്ളവരെ. ഞാൻ ശ്യാം സുന്ദറാണ്, നിലമ്പൂരിന്ന് രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ അല്പം മുമ്പ് ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു വിവരം ഉണ്ടായി. അതാണ് ഇങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് ഇടാൻ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അയാളുടെ ഭാര്യ ഡിവോഴ്സിന് കൊടുത്തിരിക്കുകയാണ്. എത്രയോ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളായിട്ട് ആത്മബന്ധത്തോടുകൂടി കഴിഞ്ഞൊരു കുടുംബം പെട്ടെന്ന് ശിഥിലമാവുകയാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ അയാൾ ഇന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു. അപ്പോൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയ സ്നേഹിതനാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെയൊക്കെ ഓരോരോ അവസരങ്ങളും വിഷമങ്ങളും ദുഃഖം, ദുരിതം, ദാരിദ്ര്യം ഒക്കെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് നമ്മൾ വേഗം ആത്മഹത്യയെ ശ്രമിക്കുക, അല്ലെങ്കിൽ ഡിവോഴ്സിന് കൊടുക്കുക എന്നൊക്കെ ചെയ്യുമ്പോൾ എത്രമാത്രം സങ്കടമാണ് അല്ലേ. അപ്പോൾ അതിന് ഇടവരായിരിക്കണമെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തീർക്കുക, അതുപോലെ കൗൺസിലിങ്ങിന് പോവുക. ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവസാന ഘട്ടമാണ് ശരിക്കും ഡിവോഴ്സ്, വേർപിരിയ ബന്ധം. അതിനൊന്നും ഇടവരാതിരിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. കാരണം ഭഗവാൻ തന്ന ഒരു ജന്മമാണ് ഈ മനുഷ്യ ജന്മം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനിയൊരു ജന്മമില്ല. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ സന്തോഷമായിട്ട് ഈ ഭൂമിയിലാണ് സ്വർഗവും നരകവും. ഭൂമിയിൽ വിട്ടതിന് ശേഷം നമ്മൾ പരലോകത്ത് സ്വർഗ്ഗമുണ്ട്, അവിടെ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് വെറുതെ കഥ പറയുക എന്നല്ലാണ്ട് അതൊന്നും അർത്ഥമില്ല, ആരും പോയി വന്നവരില്ലാത്തതുകൊണ്ട്. എന്നാൽ ഭൂമിയിൽ നമ്മളെ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. അതിനുശേഷം നമ്മുടെ ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ബന്ധങ്ങൾക്ക് വിള്ളൽ വരാതെ നോക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്, കർത്തവ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആത്മസംയമനം പാലിക്കുക, ക്ഷമിക്കാൻ പഠിക്കുക. ഓരോരുത്തരും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഒക്കെ ക്ഷമിക്കാൻ പഠിക്കുക. കാരണം ബന്ധം വേർപിരിക്കാൻ നമുക്ക് നിമിഷ നേരം മതി. എന്നാൽ ഒരിക്കൽ പോലും അത് വിളക്കി ചേർക്കാൻ പറ്റാത്ത തരത്തിലായിരിക്കും പിന്നെ നമ്മൾ അകന്നു പോകുന്നത്. അതെല്ലാവരും ഓർക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ വിനീതമായ കൂപ്പുകൈ. താങ്ക് യു. നമസ്തേ.